ഹായ്, ഞാൻ ഡോക്ടർ റഫീഖ, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്, പ്രിസൈസ് ഐ കെയർ, കരുനാഗപ്പള്ളി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ കോമൺ ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ കോൺടാക്ട് ലെൻസ് വെച്ചാലോ? ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. കണ്ണടയേക്കാൾ കോസ്മെറ്റിക് അക്സെപ്റ്റൻസ് കോൺടാക്ട് ലെൻസിനാണ് കൂടുതൽ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കണ്ണിലെ തന്നെ വളരെ സങ്കീർണമായ ഒരു അവയവമാണ് കൃഷ്ണമണി. കൃഷ്ണമണിയുടെ മുകളിലാണ് കോൺടാക്ട് ലെൻസ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വീഴ്ചകൾ പോലും ഗുരുതരമായ അണുബാധ ഉണ്ടാക്കാനും സ്ഥിരമായി കാഴ്ച നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ഒഴിവാക്കാം. കോൺടാക്ട് ലെൻസ് ഇട്ടുകൊണ്ട് ഒരിക്കലും ഉറങ്ങരുത്. റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ കൃഷ്ണമണിയിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇതുമൂലം കൃഷ്ണമണി വീക്കാവുകയും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് ഒരിക്കലും കോൺടാക്ട് ലെൻസ് കഴുകരുത്. ടാപ്പ് വാട്ടറിൽ കെൻഡമീബ പോലെയുള്ള അപകടകാരികളായ അണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമൂലം കൃഷ്ണമണിയിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. കോൺടാക്ട് ലെൻസിനൊപ്പം തന്നിരിക്കുന്ന കോൺടാക്ട് ലെൻസ് സൊല്യൂഷൻ മാത്രം ഉപയോഗിക്കുക. അതുപോലെ ഉപയോഗിച്ച് ബാക്കി വെച്ചതിലേക്ക് വീണ്ടും വീണ്ടും ചേർത്ത് ഉപയോഗിക്കാതെ ഓരോ തവണയും പുതിയതായി മാറ്റുക. പൂർണ്ണമായും മാറ്റി ഉപയോഗിക്കുക. കാലാവധി കഴിഞ്ഞ ലെൻസുകൾ ഒഴിവാക്കുക. സിംഗിൾ യൂസ് അല്ലെങ്കിൽ ഡെയിലി വെയർ ലെൻസുകളാണെങ്കിൽ അന്നന്ന് തന്നെ ഒഴിവാക്കുക. മാസത്തിൽ ഉപയോഗിക്കുന്നവയാണെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ കോൺടാക്ട് ലെൻസ് സൂക്ഷിക്കുന്ന കേസുകൾ 3 മാസത്തിലൊരിക്കലെങ്കിലും മാറ്റണം. ലെൻസ് ഓരോ തവണ തൊടുന്നതിന് മുൻപും കൈകൾ നന്നായി കഴുകി ഉണക്കുക. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ, അതായത് ചുമപ്പോ വെള്ളം വരുന്നത് പോലെയോ കണ്ണിനുള്ളിൽ എന്തെങ്കിലും പൊടി കിടക്കുന്നത് പോലെയോ ഉള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഉടനെ തന്നെ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് നിർത്തുക. അടുത്തുള്ള ഐ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. സോ കോൺടാക്ട് ലെൻസസ് ആർ സേഫ് ആൻഡ് കംഫർട്ടബിൾ. പക്ഷെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് മാത്രം. കാരണം കണ്ണിന്റെ കാര്യത്തിൽ എപ്പോഴും ചികിത്സയേക്കാൾ നല്ലത് മുൻകരുതലുകളാണ്.